ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ സുകുമാരൻ നായരുടെ പ്രസംഗത്തിലുണ്ടായി. ഒന്ന്, രമേശ് ചെന്നിത്തലയെ അദ്ദേഹം മുക്തഖണ്ഡം പ്രശംസിച്ചു. രമേശ് ചെന്നിത്തല പെരുന്നയുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ആത്മബന്ധം, ഈ മണ്ണിൽ വളർന്നതാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ് ഈ ഇഴ പിരിച്ചു മാറ്റാൻ പറ്റാത്ത അത്തരമൊരു പൊക്കിൾക്കൊടി ബന്ധം NSSുമായി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്, ഈ അടുത്ത സമയത്ത് വിവാദമായ മുഖ്യമന്ത്രി നടത്തിയ സനാതന ധർമ്മവും അതുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധമായി നിന്ന ഈ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം അഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലുള്ള മറുപടിയുമാണ്. അതിൽ ശിവഗിരി മഠത്തിൻ്റെ നിലപാടിനെ നിശിതമായി വിമർശിക്കുക മാത്രമല്ല, അതിനെ പിന്തുണച്ച മുഖ്യമന്ത്രിയുടെ സമീപനത്തെ തള്ളിപ്പറയുകയും ചെയ്തു. ഇതിൽ ഈ നടത്തിയ രണ്ട് പരാമർശങ്ങളിലും പ്രസ്താവനകളിലും ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കാണുന്നുണ്ടോ? മറ്റൊന്ന്, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ പറഞ്ഞതാണ്. അതായത് കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി കസേര, ഇപ്പോൾ കോൺഗ്രസ് ആണ്, UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ഞങ്ങൾ ചെന്നിത്തലയ്ക്കൊപ്പമാണ് എന്നൊരു സന്ദേശം NSS നൽകുകയും, ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ നൽകിക്കഴിഞ്ഞു. സമസ്തയുടെ ഒരു പരിപാടിയിലേക്ക് ഉദ്ഘാടകനായി ക്ഷണിച്ചിരിക്കുന്നത് ചെന്നിത്തലയാണ്, പ്രതിപക്ഷ നേതാവ് ഇരിക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു തർക്കം അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നിത്തലയാണ് ഞങ്ങളുടെ നോമിനി എന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നായി ഇത് മാറിയിട്ടുണ്ടോ? CPMന് അത് വലിയ സന്തോഷം നൽകും, കാരണം ചെന്നിത്തലയെ നേരിടാൻ കുറെ കൂടി എളുപ്പം എന്നൊരു അഭിപ്രായം ശ്രീ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞു. താങ്കൾ ഇന്ന് നടത്തിയ രണ്ട് പരാമർശങ്ങളിലെയും രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ സംഭവങ്ങളുടെ മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നതും സതീശനേക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതൊക്കെ അത്തരം സംഭവങ്ങളുടെ ഒരു അന്തർഗതം, രാഷ്ട്രീയ അന്തർഗതം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന്, UDFനെ നയിക്കുന്ന കക്ഷി എന്ന നിലക്ക് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, ജമാഅത്ത് ഇസ്ലാമി, SDP തുടങ്ങിയിട്ടുള്ള തീവ്ര വർഗീയ സംഘങ്ങളുമായി ഉണ്ടാക്കിയ ബന്ധം, അത് പൊതുവെ കോൺഗ്രസിനെ പിന്തുണക്കുന്ന സമുദായ സംഘടനകൾക്കകത്ത് അപ്രീതിയുണ്ട്, അതിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ 11 വർഷക്കാലമായുള്ളൊരു പിണക്കം തീർക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുക മാത്രമല്ല ചെയ്ത്, രാഷ്ട്രീയമായി സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നയത്തോട് NSSനും SNDPക്കൊക്കെ വിയോജിപ്പുണ്ട്. അപ്പോൾ ആ വിയോജിപ്പിൻ്റെ കൂടെ ഫലമായിട്ടാണ് സതീശനല്ല രമേശ് ചെന്നിത്തലയാണ് ഞങ്ങൾ പിന്തുണക്കുന്ന നേതാവ് എന്ന് കേരളത്തോട് പറയാനുള്ള ഒരു അവസരമാക്കിയിട്ട് NSSകാർ, സുകുമാരൻ നായർ അദ്ദേഹത്തെ പെരുന്നയിലേക്ക് ക്ഷണിച്ച് കൊണ്ടുപോയത്. ബാക്കിയൊക്കെ സാധാരണ ഒരു ചടങ്ങിലെ ഭംഗി വാക്കുകൾ മാത്രമാണ്. പെരുന്നയുടെ പുത്രനാണ്, അറച്ചുമുറ്റാനാവാത്ത പൊക്കിൾക്കുടി ബന്ധം, അതൊക്കെ സാധാരണ എല്ലാ ചടങ്ങുകളിലും. ഈ ശശി തരൂർ പോയപ്പോൾ ഇതിനേക്കാൾ വലിയ, ഈ ലോകം കണ്ട ഏറ്റവും നല്ല നായർ ശശി തരൂർ ആണെന്നാണ് പറയുന്നത്. അതൊക്കെ ഇത്തരം ചടങ്ങുകളിലെ ഭംഗി വാക്കുകൾ മാത്രമാണ്. ആ ഭംഗി വാക്കുകൾക്ക്, ഉപരിപ്ലവമായ ആ പുകഴ്ത്തലുകൾക്ക് അപ്പുറത്ത്, പ്രശംസക്ക് അപ്പുറത്ത്, ആ പ്രശംസാവചനങ്ങൾക്ക് അടിയിൽ കിടക്കുന്ന രാഷ്ട്രീയ അന്തർഗതം കോൺഗ്രസ് ഇപ്പോൾ സമീപകാലത്ത് സ്വീകരിച്ചിരിക്കുന്ന തീവ്ര വർഗീയ സംഘടനകളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവരെല്ലാം വലിയ അസംതൃപ്തരാണ്. സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അങ്ങോട്ടാണ് പോകുന്നത്. മറുഭാഗത്ത് എന്താണ്? ഹിന്ദുത്വ ശക്തികളുമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് എല്ലാ അർത്ഥത്തിലും യോജിച്ചു പോകാനും സതീശന് പ്രശ്നമില്ല. ഇപ്പോൾ പെരുന്നാൾ സമ്മേളനത്തിൽ അദ്ദേഹം സച്ചിദാനന്ദ സ്വാമിയെ രൂക്ഷമായി വിമർശിച്ചു. എന്തിൻ്റെ പേരിൽ അദ്ദേഹം വിമർശിക്കുന്നത്? ആചാരങ്ങളെ, ആചാരബദ്ധമായ ജീവിതത്തെ അതിശക്തമായി വിമർശിച്ച് നവോത്ഥാനത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഒരു പാതയിലൂടെ കടന്നു വന്ന ആളാണ്. കേരള ചരിത്രത്തിൽ അങ്ങനെ ഇടം നേടിയ ആളാണ് മന്നത്ത് പത്മനാഭൻ. അല്ലാതെ മന്നത്ത് പത്മനാഭനെ നമ്മൾ ബഹുമാനിക്കുന്നത് 1958 ഗോൾവാൾക്കറെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കിയതിൻ്റെ പേരിലല്ലോ. അത് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. 58 ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കാൻ R ശങ്കറും മന്നത്ത് പത്മനാഭനും നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ ആരെങ്കിലും മന്നത്ത് പത്മനാഭനെ ബഹുമാനിക്കുമോ? മന്നത്ത് പത്മനാഭനെ സാമൂഹ്യ പരിഷ്കർത്താവായി കാണുമോ? അല്ല. നമ്മൾ മന്നത്ത് പത്മനാഭനെ സാമൂഹ്യ പരിഷ്കർത്താവായി കാണുന്നത് വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ നവോത്ഥാനത്തിൻ്റെ ഉജ്ജ്വല പ്രകാശം വരുത്തിയ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ചരിത്രത്തിൽ സവർണജാത നയിച്ച് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നിലകൊണ്ട ഒരാൾ,
ബ്രാഹ്മണാധികാരത്തിൻ്റെതായ നിഷ്ഠൂരമായ ഒരു സംബന്ധ വ്യവസ്ഥയെ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ചോദ്യം ചെയ്ത ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. ഇതിൻ്റെയൊക്കെ പേരിലാണ് നമ്മൾ മന്നത്ത് പത്മനാഭനെ ബഹുമാനിക്കുന്നത്. അപ്പോൾ മന്നത്ത് പത്മനാഭൻ ആചാരങ്ങളെയും നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ വഴിയിലേക്ക് വന്ന ഒരാളാണ്. അങ്ങനെയാണ് അയാൾ ചരിത്രത്തിലെ വ്യക്തിയാവുന്നത്, ചരിത്ര പുരുഷനാവുന്നത്. ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് സച്ചിദാനന്ദ സ്വാമി എന്തോ വളരെ മോശം ചെയ്തു, ഇയാൾക്ക് എന്ത് അവകാശമാണ് ഈ ആചാരങ്ങളെ മാറ്റാൻ, ആചാരങ്ങളൊക്കെ അങ്ങ് മാറ്റിമറിക്കാനുള്ളതാണോ? മാറ്റിമറിച്ചതാണ്. ആചാരബദ്ധമായ ഒരു ജീവിതത്തെ മാറ്റിമറിച്ച ചരിത്രത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അത്തരം ഒരു പ്രസംഗം എവിടെ എത്തിയത്? നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ അതിന് ധൈര്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ശ്രീമാൻ ജി സുകുമാരൻ നായർ തൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട്. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങളെ ചോദ്യം ചെയ്യും. ഇത് ആർക്കാ അറിയാത്തത്? അത്തരം എത്രയോ ആചാരങ്ങളെ ചോദ്യം ചെയ്താണ് നമ്മുടെ നവോത്ഥാനം. ഗുരുദേവനെ പോലെ തന്നെ കേരളത്തിൽ ക്രൈസ്തവ മതസമൂഹത്തിനകത്തും മുസ്ലിം അകത്തുമൊക്കെ പരിമിതവും ദുർബലവുമാണെങ്കിലും നവോത്ഥാനധാരകളുണ്ടായിട്ടുണ്ട്. അവർ ആ കാലഘട്ടത്തിലെ പല വിശ്വാസധാരകളെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് നവോത്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ മണ്ഡലത്തിലേക്ക് ആ സമുദായത്തിലെ സാധാരണക്കാരെ നടത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ ലോകത്തിൻ്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? ക്രൈസ്തവ സഭയുടെ വളരെ വ്യവസ്ഥാപിതമായ നിരവധി സമ്പ്രദായങ്ങളെ ചോദ്യം ചെയ്ത് വേദപുസ്തകത്തിലെ തന്നെ തെറ്റായ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നവോത്ഥാനത്തിന്റെ ആരംഭമിട്ട പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. ഇതെല്ലാം ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ സെക്കൻഡ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും NSS ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒരു നിലപാടുണ്ട്, ഞങ്ങളുടേത് ഒരു സമദൂരമാണ്. ആ സമദൂര സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ടാണ് ഏത് തെരഞ്ഞെടുപ്പിനെയും ഞങ്ങൾ നേരിടാറുള്ളത്. ഇത് നിരന്തരം നമ്മൾ NSSന്റെ ഭാഗത്ത് കേട്ടിട്ടുള്ളതാണ്. ആ സമദൂര സിദ്ധാന്തം എന്ന NSS പറയുന്ന, NSS പ്രകടിപ്പിക്കുന്ന ആ ആശയത്തിൽ നിന്ന് അതിനോട് ഘടകവിരുദ്ധമായി നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണോ ഈ ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിൽ വന്നിരിക്കുന്ന ഈ പരാമർശങ്ങളിലൂടെ പുറത്തു വരുന്ന സന്ദേശം? അതായത് ഞങ്ങൾ ആ സമദൂരമല്ല ഇനിയുള്ളത് എന്ന ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. കാരണം താങ്കൾ പറഞ്ഞു ഇതിനകത്തെ രാഷ്ട്രീയ അന്തർഗതങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ ഇതിനെ മനസ്സിലാക്കേണ്ടത്? ഇതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. ഈ വിഷയം കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന, UDF നേതൃത്വം സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, STP ഉൾപ്പെടെയുള്ള തീവ്ര വർഗീയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇവരെല്ലാം അസംതൃപ്തരാണ്. സതീശൻ്റെ നേതൃത്വം അത്തരമൊരു ലൈനിലാണ് നീങ്ങുന്നത് എന്ന ശക്തമായ പ്രതിഷേധം അവർക്കുണ്ട്. ആ പ്രതിഷേധം പരിഹരിക്കാൻ അവരുടെ ഈ സതീശനല്ല ഞങ്ങൾ പിന്തുണക്കുന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണെന്ന് പറയാൻ. 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ സമീപനങ്ങളൊക്കെ വരാനുള്ള ദിവസങ്ങളാണ് തീരുമാനിക്കുക. ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഇനി ഇവരാരെ തീരുമാനിച്ചാലും 2026 സമസ്ത അവരുടെ ഒരു പരിപാടിയുടെ വേദിയിലേക്കും ക്ഷണിച്ചിരിക്കുന്നത് VD സതീശനെ അല്ല, രമേശ് ചെന്നിത്തലയാണ്. അതെ, ഇതേ നിലപാടാണത്. രമേശ് ചെന്നിത്തലയെ അവർ ക്ഷണിക്കുന്നത് രമേശ് ചെന്നിത്തലയോടെയുള്ള പ്രത്യേക താല്പര്യമൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് തീവ്ര മതരാഷ്ട്രവാദ സംഘടനകൾ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസപരമായ ചരിത്രത്തിൽ അവർ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് സുന്നി മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ എതിർത്തു പോകുന്ന ധാരയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസം. ശരിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, രമേശ് ചെന്നിത്തല സ്വീകാര്യനാകുന്നതിന് താങ്കൾ രണ്ട് ന്യായങ്ങൾ പറഞ്ഞു. ഒന്ന്, താങ്കൾ പറഞ്ഞത് കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ മതരാഷ്ട്രവാദികളുമായി ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ടിനോടുള്ള പ്രതിഷേധം. രണ്ട്, താങ്കൾ പറഞ്ഞത് ഒരു ഹിന്ദുത്വ മുഖം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്, അതുകൂടി NSSന് രമേശ് ചെന്നിത്തല സ്വീകാര്യനാകുന്നതിനൊരു കാരണമായി താങ്കൾ പറഞ്ഞു. ആ കാരണം പക്ഷെ സമസ്തയുടെ വേദിയിലേക്കുള്ള ക്ഷണത്തിനുള്ള ഒരു മാനദണ്ഡമല്ലല്ലോ. ഞാൻ ഹിന്ദുത്വ മുഖം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്നുള്ള ഒരു കാര്യമൊന്നും ഞാനിപ്പോൾ ഇവിടെ നിരീക്ഷണം നടത്തിയിട്ടില്ല. എൻ്റെ നിരീക്ഷണം ഇത്ര മാത്രമാണ്. VD സതീശൻ UDFനെയും കോൺഗ്രസിനെയും കൊണ്ടുപോകുന്നത് ജമാഅത്ത് ഇസ്ലാമി STP ലൈനിലേക്കാണ്. അതിനോട് അതിശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം എന്താണ്? രമേശ് ചെന്നിത്തലയെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയുടെ കൂടെയാണ് എന്ന് വരുത്തിക്കൊണ്ട് VD സതീശന് ശക്തമായ ഒരു താക്കീത് കൊടുക്കുക എന്ന ഒരു നിലപാട് സമസ്തക്കുണ്ട്, ഈ NSSനുമുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമസ്ത സുപ്രഭാതം എഴുതിയിരിക്കുന്ന ലേഖനം നിങ്ങൾ വായിച്ചോ ഗോപികൃഷ്ണൻ? വായിച്ചു. അതിശക്തമായ രീതിയിലാണ് അവർ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയോടുള്ള ഈ നിലപാട് ഇത് ആദ്യമായി പുറത്തു വരുന്ന ഒരു നിലപാടല്ലല്ലോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. സമസ്തയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിയോട് എന്നുമുള്ള നിലപാട് ഇത് തന്നെയായിരുന്നു. അതെ, സമസ്ത അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സമസ്ത എന്നൊക്കെ പറയുന്നത് UDFന്റെ ഭാഗമായ മുസ്ലിം ലീഗിലെ അണികളാണ് അതിലധികവും. അപ്പോൾ ആ മുസ്ലിം ലീഗിലെ അണികളായിരിക്കുന്ന ആളുകളെ ജമാഅത്ത് ഇസ്ലാമിയായി ഉണ്ടാക്കുന്ന സഖ്യത്തിൽ അവർ അതൃപ്തരാണ്.
ആ അതൃപ്തി കൂടി സമസ്തയുടെ ഇന്നത്തെ ജാമിയ നൂരിയ പരിപാടിയിലേക്കുള്ള ക്ഷണത്തിന് പിറകിലുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇതൊരു നിരീക്ഷണം മാത്രമാണ്. ആ നിരീക്ഷണം ഞാൻ പറയുന്നത് സുപ്രഭാത് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അവര് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന ശക്തമായ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അല്ല ഈ സതീശന്റെ ചെന്നിത്തലയ്ക്ക് NSS കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഈ നിരുപാധിക പിന്തുണയിൽ CPM അലോസരപ്പെടുത്തുന്നൊന്നുമില്ല അല്ലേ? അല്ല, NSS എല്ലാ കാലത്തും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കും. അവർ ചരിത്രപരമായി തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാ കാലത്തും എന്താണ് NSS എന്ന് പറയുന്നത് കേരളത്തിലെ 11% വരുന്ന ജനസംഖ്യയിൽ 11% വരുന്ന നായന്മാരുടെ സംഘടനയല്ല കേട്ടോ. അതിൽ വളരെ കുറഞ്ഞ നായന്മാരുടെ സംഘടനയാണ് NSS. അതുകൊണ്ട് ഒരു സമുദായത്തിൻ്റെ പ്രതിനിധാനമായിട്ടൊന്നും NSSനെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ചരിത്രപരമായ NSS രൂപപ്പെട്ടു വന്ന അത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ രംഗത്തൊക്കെ നടത്തിയ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകളുടെ ഒരു ചരിത്രഗതിയിൽ മന്നം പോലുള്ള ആളുകൾ ചരിത്ര പുരുഷന്മാരായി നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തപ്പെട്ട ആളുകളാണ്. എന്നാൽ അതിനെതിരായിട്ടുള്ള വളരെ പ്രതിലോമകരമായ ഒരു ചരിത്രമുണ്ട്. വിമോചന സമരമുണ്ട്. 1958 ഗോൾവാൾക്കർക്ക് സ്വീകരണം കൊടുക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഈ മന്നം. ഈ ചരിത്രമുണ്ട്. അപ്പോൾ ഈ രണ്ടും ഉണ്ട്. അപ്പോൾ ഈ പരിഷ്കരണത്തിൻ്റെ വശത്തെ ഉയർത്തിപ്പിടിക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് പുരോഗമന ശക്തികൾ ചെയ്യേണ്ടത്. ആ പുരോഗമന ശക്തികളുടെ അത്തരമൊരു നിലപാടാണ് വർക്കലയിൽ സച്ചിദാനന്ദ സ്വാമിയുടെ പ്രസംഗത്തിലുണ്ടായത്. ആ പ്രസംഗത്തെ പ്രത്യേകിച്ച് സനാതനവാദികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആ പ്രസംഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. അതിനെയൊക്കെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം മന്നം തന്നെ അതിനെതിരാണ്. മന്നം ഈ ആചാരബദ്ധമായ ജീവിതം എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധവും കുടുംബ ബന്ധങ്ങളെയൊക്കെ എത്രത്തോളം ഭീകരവുമാക്കുന്നു. സ്വന്തം മകന് അച്ഛ എന്ന് സ്വന്തം അച്ഛനെ വിളിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഇരയായിരുന്നു മന്നം. അത്തരമൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന ഏറ്റവും ഹീനമായ ഒരു ആചാരത്തെ ചോദ്യം ചെയ്തു വന്ന ആളാണ് മന്നം. ആ മന്നത്തിന്റെ പേരിലുള്ള ഒരു ജയന്തി ദിനത്തില് ഇങ്ങനെ ഒരു പ്രസംഗം സുകുമാരൻ നായർ നടത്തേണ്ടതില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിനീതമായ